മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കുന്നു. ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകും. ഭൂനികുതി താൽക്കാലികമായി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നീക്കം. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. രാഷ്ട്രീയ സാമുദായിക സംഘടനകളെ പങ്കെടുപ്പിച്ച് സമ്മേളനം നടത്താനും തീരുമാനമുണ്ട്. ഡാനി പോൾ ചേർന്നു. ഡാനി, വലിയ രാഷ്ട്രീയ പോരുകൾക്ക് ഇടവെച്ച ഒരു സമരം കൂടി, എല്ലാ വിഷയങ്ങളും അഭിസംബോധന ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു സമാധാനമായ ഒരു പരിഹാരത്തിൻ്റെ സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് മുനമ്പം ജനത തീരുമാനിച്ചുകൊണ്ടുകൂടിയാണോ സമരം അവസാനിപ്പിക്കുന്നത്? ഏത് തരത്തിലാണ് രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ ഒരു പ്രതികരണം? അപർണ, ഇക്കാര്യത്തിൽ ഇന്ന് യോഗം ചേരും. അവരെ സമരം അവസാനിപ്പിക്കുക, അതിനൊരു ഔദ്യോഗികമായ ഒരു തീരുമാനമെടുക്കുക എന്നതാണ്. ഇപ്പോൾ 411 ദിവസം കടന്നിരിക്കുന്നു. അപ്പോൾ തുടർച്ചയായ ഒരു സമരങ്ങൾ നടന്നു. അവരുടെ ആവശ്യങ്ങളിൽ ഒരു വലിയ രീതിയിൽ തന്നെ അതൊരു വിജയം കണ്ടിരിക്കുന്നു. സർക്കാർ ഒപ്പം നിൽക്കുന്നു. ഒപ്പം തന്നെയും ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു സാഹചര്യം നേടിയെടുക്കാൻ കഴിയുന്നു. ഇപ്പോൾ ഡിസംബർ 17 ഈ ഹർജി പരിഗണിക്കും വരെയും നികുതി സ്വീകരിക്കാനുള്ള ഒരു സാവകാശം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെയും ഇപ്പോൾ ഇന്നലെ മുതൽ അവർ നികുതി അടച്ചു തുടങ്ങി. ഇന്നലെ കുഴപ്പള്ളി വില്ലേജ് ഓഫീസിൽ നികുതി അടച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ ഓരോരുത്തരായി അവിടുത്തെ ഇത്രയും നാൾ അവർക്ക് കരമൊടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ക്ഷമിക്കണം. പക്ഷേ ഇതെല്ലാം തന്നെയും ഇതുമായി നിലനിൽക്കുന്ന കോടതി വ്യവഹാരങ്ങൾക്ക് അന്തിമ തീർപ്പിനനുസരിച്ചായിരിക്കും എന്നത് കൂടി ഒരു വ്യവസ്ഥ കൂടിയുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം കുറച്ചൊക്കെ ആശ്വാസകരമാണ്. നികുതി ഒടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക? സജീവമായി ഈ തുടർ സമരങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ടോ, അതോ ഇനിയുള്ള കാര്യങ്ങളിൽ നോക്കിയിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് തീരുമാനമെടുക്കാനുണ്ട്. അപ്പോൾ അതിനൊരു കൂടിയാലോചനാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി ചേരും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിൽ അവിടെ ഈ അംഗങ്ങൾ മുഴുവൻ, സമരസമിതിയുടെ അംഗങ്ങൾ മുഴുവനായിട്ട് എത്തേണ്ടതുണ്ട്. പള്ളി വികാരി, ജസ്തറയിൽ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ കൂടി ഒരു സാന്നിധ്യത്തിലായിരിക്കും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ സമരം പിൻവലിക്കുകയാണെങ്കിൽ എല്ലാവരോടും നന്ദി പറയുന്ന രീതിയിലുള്ള ഒരു ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കും പോകാം. പക്ഷെ അപ്പോഴും അവർ നിലവിൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. കാരണം ഇപ്പോൾ ഉപാധികൾക്ക് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൂടി ചർച്ചയിലേക്ക് വരുന്നുണ്ട്. ഒരു സമ്പൂർണ്ണമായൊരു വിജയം തങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ട് അത് പിൻവലിക്കണമോ എന്ന കാര്യത്തിലുള്ള ചില ചർച്ചകളും അവിടെ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഉപാധികൾക്ക് അനുസൃതമായി ഉപാധികൾ നിർദ്ദേശിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി ഒടുക്കുക എന്നൊരു കാര്യത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം. അത് ഇനിയുള്ള കോടതി നടപടികൾക്ക് വിധേയമായിരിക്കും അതിൻ്റെ ഒരു സാധുത എന്നതും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി അറിഞ്ഞതിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ട് പിൻവലിക്കണമോ എന്ന കാര്യത്തിലും ഒരു ചർച്ചയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ളൊരു തീരുമാനമായിരിക്കും ഇന്നുണ്ടാകുക. ഏതായാലും വൈകുന്നേരത്തോടുകൂടി യോഗം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അടക്കമുള്ളതിൽ ആദ്യഘട്ട ചർച്ച നടക്കും. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തും. കോടതിയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന പരാമർശങ്ങളടക്കം വിലയിരുത്തിയ ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനമുണ്ടാകും. ഡാനി, ഈ റിലേ നിരാഹാര സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ദേശീയ തലത്തിൽ പോലും എത്തിയ വിഷയമാണ് മുനമ്പം. അതുകൊണ്ട് തന്നെ സാമുദായിക രാഷ്ട്രീയ സംഘടനകളെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗത്തിൽ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാക്കുമ്പോൾ ഏതെല്ലാം രാഷ്ട്രീയ സംഘടനകളുടെ പ്രാതിനിധ്യം ഉണ്ടാകും? എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടിറങ്ങുകയും അത് പലതരത്തിലുള്ള അവകാശവാദങ്ങൾക്കൊക്കെ ഇടവരുത്തുകയൊക്കെ ചെയ്ത സംഭവമാണല്ലോ മുനമ്പം. എങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ സംഘടനകളുടെയും പ്രതികരണം? അത് ഏത് തരത്തിലായിരിക്കും ഈ യോഗം എന്ന സൂചന ഉണ്ടോ? ഇന്ന് നടക്കുന്നത് ഒരു പ്രാഥമികമായ ഒരു അവലോകനം എന്ന രീതിയിൽ സമരസമിതി മാത്രം ചേർന്നുകൊണ്ടുള്ള ഒരു കാര്യമായിരിക്കുമെന്നാണ് സമരസമിതിയുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവരുടെ സമരസമിതിയുടെ ഫുൾ കോറം ആളുകൾ ഇന്ന് ചേരുക, അതിനുശേഷം ഈ ചർച്ച ചെയ്യുക. സമരം തുടരണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു അഭിപ്രായമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായൊരു വിജയത്തിന് ശേഷം അത് അവസാനിപ്പിച്ചാൽ പോരെ എന്ന ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഭാഗികമായ ഒരു കാര്യങ്ങളാണ്, അതിലൊരു പൂർണ്ണത കൈവരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിലവിൽ ഈ രീതിയിൽ തുടരണമോ? അതായത് ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ സജീവമായ എല്ലാ ദിവസവും സമരം എന്ന പോലെ ഇപ്പോൾ 411 ദിവസം പിന്നിടുമ്പോൾ അത്രയും ദിവസം അവിടെ പള്ളിമുറ്റത്തെ പന്തലിൽ അവിടെ ആളുകളുണ്ട്, അവിടെ ഒരു സമരവേദിയുണ്ട്.
അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച വരും. ഇതിനുശേഷമായിരിക്കും ഇതിൽ ഈ ഒരു പങ്കാളിത്ത സ്വഭാവത്തോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, കാരണം ഇതിൽ നേരത്തെ അപർണ പറഞ്ഞതുപോലെ എല്ലാവരും തന്നെ അതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതിനോട് സമരത്തിൽ പങ്കെടുക്കാനെല്ലാം തന്നെ എത്തുകയും ചെയ്തു. പലരും പല രീതിയിലുള്ള അവകാശവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കുന്നുണ്ട്. അതെന്ത് തന്നെയായാലും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുക എന്നതിലാണ് തങ്ങൾ ഉറച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്നവർ കൂടെയാണ് തങ്ങളും നിൽക്കുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ നികുതി അടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എല്ലാവരുടെയും പിന്തുണയ്ക്കും അവർ നന്ദി പറയുന്നുണ്ട്. അപ്പോൾ അതൊരു മുഴുവൻ ഒരു എല്ലാവരെയും ചേർത്ത് വിളിച്ചുകൊണ്ടുള്ളൊരു സംഘവുമാക്കി മാറ്റണമോ, ഏത് രീതിയിലായിരിക്കണം എന്നതെല്ലാം തന്നെ അടുത്ത ഘട്ടത്തിൽ അവർ ഇപ്പോൾ ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷം അവർ തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനി, കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ വലിയ ആഹ്ലാദത്തിൽ കൂടെയായിരുന്നു മുനമ്പം ജനത. ഈ കരമടക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബാങ്കിനെ ഒന്ന് സമീപിക്കാൻ കഴിയാത്ത വലിയ ഒരു ബുദ്ധിമുട്ടിലൂടെയൊക്കെ ആ ജനത ഈ പറഞ്ഞ ദിവസങ്ങളെല്ലാം ഇത്രയും കാലം കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിപൂർണമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശ്വാസം കൂടി ഈ സമരം പിൻവലിക്കുന്നതിൻ്റെ പിറകിലുണ്ട്. ജനതയുടെ പ്രതികരണമൊക്കെ ഏത് തരത്തിലാണ് വരുന്നത് ഈ സമരത്തിൽ നിന്ന് മാറുകയാണ് എന്നുള്ളൊരു തീരുമാനവുമായി ബന്ധപ്പെട്ട്? അപർണ, ഇക്കാര്യത്തിൽ കഴിഞ്ഞ കുറേയധികം നാളുകളായി ഇവർ ഈ വൈഷമ്യങ്ങൾ നേരിടുകയാണ്. നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്യുമ്പോഴെല്ലാം തന്നെ അവരത് പറയുന്നുമുണ്ട്. തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള വായ്പ പോലും എടുക്കാൻ കഴിയുന്നില്ല. പോട്ടെ, ചികിത്സാ സഹായങ്ങൾക്ക് വേണ്ടി ഭൂമി പണയപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല. ആശുപത്രികൾ, അങ്ങനെ പലരും ഇവരെ ഒരു തരത്തിൽ അവർ നിരാലംബമാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. സ്വന്തം ഭൂമിയിൽ പോലും അവർക്ക് യാതൊരു അവകാശവുമില്ലാതെ അതിനകത്ത് കഴിയേണ്ടി വരുന്ന അവസ്ഥ. ഇടിഞ്ഞു വീഴാൻ പോകുന്ന വീട്, അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ വായ്പ എടുക്കാൻ പോലും കഴിയാതെ അങ്ങനെ പോകുന്ന വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ജനത തന്നെയാണ് മുനമ്പത്തേത് എന്നതിൽ സംശയമൊന്നുമില്ല. അതിനൊപ്പം തന്നെ അവരെല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടും. നമ്മളൊരു ഭൂമിയുടെ കരം നമ്മുടെ പേരിൽ അടച്ചു കിട്ടുക എന്നത് പ്രാഥമികമായ ഒരു അവകാശങ്ങൾപ്പെട്ട അതുപോലും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം പോകുമ്പോൾ വലിയ ദുരിതമാണ് അവർ അനുഭവിച്ചു കൊണ്ടിരുന്നത്. അതിനൊരു താൽക്കാലിക പരിഹാരം എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം പക്ഷേ അതൊരു പൂർണ്ണതയിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം ഇന്ന് സമരസമിതിയുമായി സംസാരിച്ചപ്പോൾ അവരത് പറഞ്ഞതാണ്. ഇതൊരു പൂർണ്ണമായ ഒരു വിജയം, ആധികാരികമായ രീതിയിലേക്കെല്ലാം തന്നെ പോകേണ്ടതുണ്ട്. നിലവിൽ കോടതിയിൽ 2 കേസുകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ 17-ാം തീയതി വീണ്ടും ഈ കേസ് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും കോടതിയും പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എല്ലാം തീർപ്പിനനുസരിച്ച് കൊണ്ടായിരിക്കും ഇത് മുന്നോട്ട് പോവുക. ഇന്നലെ തന്നെ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നു. ജില്ലാ കളക്ടർക്കും തഹസിൽദാർക്കും ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിനും എല്ലാം തന്നെ കരം സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ച് കരമടച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഒരു അവകാശങ്ങളിലേക്ക് അവർ തിരികെ വന്നു തുടങ്ങിയിരിക്കുന്നു. അതിന് പൂർണ്ണതയും ആധികാരികതയും കൂടി വരേണ്ടതുണ്ട്. അതിൽ കോടതി നടപടികളിൽ അവശേഷിക്കുന്ന കേസുകളടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിവ്യൂ ഹർജി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്യവഹാരങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ്. എന്നാലും അതിനിടയിൽ അതാണ് ഡാനി വളരെ പ്രധാനമായിട്ട് ഡാനി പറയുന്ന പോലെ തന്നെ വഖഫ് സംരക്ഷണ സമിതി സുപ്രീം കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അതായത് നിയമ പോരാട്ടം പരിപൂർണമായി അവസാനിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനത്തെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പ്രതീക്ഷ മുനമ്പത്തെ ജനങ്ങൾക്കുണ്ടോ? അതാണ് വിഷയം. നേരത്തെ നമ്മൾ പറഞ്ഞതും കാര്യങ്ങളും അത് തന്നെയാണ്. കാരണം ഇതിൽ താൽക്കാലികമായ ഒരു പരിരക്ഷ അവർക്ക് വന്നിട്ടുണ്ട് എന്നത് അത് സ്ഥിരമാകണം. കാരണം ഈ വ്യവഹാരങ്ങൾ അവസാനിക്കപ്പെടണം. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായ വിടുതൽ നേടണം. ഇത് തങ്ങളുടെ ഭൂമി എന്നാണെന്ന് രാജ്യത്തെ പരമോന്നത കോടതിയിൽ അടക്കം അവർക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദനത്തിലേക്ക് അടക്കം പോകാനുള്ളൊരു സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ അതിലേക്ക് എത്തപ്പെടണം. അപ്പോൾ എന്നിട്ട് പോരെ ഒരു സമരത്തിന് അതിൽ നിന്ന് പൂർണ്ണ വിജയം നേടിയതിനു ശേഷം സമരം അവസാനിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം അവരുടെ ഇടയിൽ തന്നെ ഉയരുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു വിജയം തന്നെയല്ലേ എന്ന ചിന്തയും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതൊരു പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ സുപ്രീം കോടതിയിൽ അടക്കം നിൽക്കുന്ന ആ കേസുകളടക്കം ആ തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട്. ഈ താൽക്കാലിക വിധിയിൽ പോലും, കരം സ്വീകരിക്കാനുള്ള ആ വിധിയിൽ പോലും അത്തരമൊരു നിർദ്ദേശം അടങ്ങിയിട്ടുണ്ടെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം ഈ കേസ് ഇതിന് ആനുപാതികമായിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുക എന്നത്. ആ ഒരു ക്ലോസ് തന്നെയാണ് അവിടെയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം ഇതിലൊരു പരിപൂർണമായ ഒരു വിജയം നേടിയിട്ട് മാത്രം മതിയാകില്ലേ ഒരു സമരം തീർപ്പാക്കൽ എന്നത് അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന വിധി ആശ്വാസകരം തന്നെയാണ്. അതിന് സർക്കാർ അടക്കം എടുത്ത കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക്
വളരെ പ്രയോജനപ്പെടുന്നതാണ്. സർക്കാർ നിലപാട് പ്രയോജനപ്പെടുന്നതാണ്. ഇതെല്ലാം തന്നെ അവർ പറയുകയും ചെയ്തു. കാരണം തങ്ങൾക്കൊപ്പം തന്നെയാണ്, ജനതയ്ക്കൊപ്പം തന്നെയാണ് സർക്കാർ അടക്കം നിലകൊണ്ടത് എന്നത് പറയുന്നു. അത് ഇതിലൂടെയെല്ലാം തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന ഈ റിവ്യൂ ഹർജി, മറ്റ് ഹർജികളിലെല്ലാം തന്നെ സമിതി കൊടുത്ത ഹർജികളിലെല്ലാം തന്നെ വരുമ്പോൾ സർക്കാർ ഇതേ നിലപാട് തുടർന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നതാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവുമായെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് അവർ സംസാരിക്കുകയുണ്ടായിരുന്നു. അവരൊരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വെച്ചത് ഇനി വരുന്ന ഈ കോടതി വ്യവഹാരങ്ങളിലെല്ലാം തന്നെ, കോടതി നടപടികൾ സുപ്രീം കോടതിയിലടക്കം വരുമ്പോൾ സർക്കാർ തങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥനയുമായാണ് ഈ സമരസമിതി മുന്നോട്ട് വന്നത്. അപ്പോൾ ഇനിയും മേൽക്കോടതികളിൽ ഇനിയും കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ സർക്കാർ അവർക്കൊപ്പം നിൽക്കണം എന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. അതിനുകൂടി ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ട് സമരം അവസാനിപ്പിച്ചാൽ പോരെ എന്നൊരു ചോദ്യം അവർക്കിടയിലുണ്ട്. അതുകൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ശരി, ഞാൻ തിരികെ എത്താം. ഡാനി, ഇപ്പോൾ ഫാദർ ഫിലിപ്പ് കവിയൽ നമുക്കൊപ്പം ചേരുകയാണ്. ഫാദർ, മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു. അതായത് ഇന്ന് ചേർന്ന ഒരു കോർ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടാകും, ഭൂനികുതി സ്വീകരിക്കാം താൽക്കാലികമായി എന്നുള്ളൊരു ഉത്തരവിന് ശേഷം അങ്ങനെ ഒരു സമരം അവസാനിപ്പിക്കുന്നതിലേക്ക് ജനത കടക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. വൈകിട്ട് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാവുമെന്നും അറിയുന്നു. എങ്ങനെയാണ് പ്രതികരണം? സാമുദായിക സംഘടനകളടക്കം, സാമുദായിക നേതൃത്വങ്ങളടക്കം, ക്രൈസ്തവ നേതൃത്വങ്ങളടക്കം വളരെ ശക്തമായി അണിചേർന്ന സമരം കൂടിയായിരുന്നു മുനമ്പം. BJP അടക്കം ഈ വിഷയം ദേശീയ തലത്തിൽ വരെ ആളിക്കത്തിക്കുകയും ചെയ്തതാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ കാര്യങ്ങൾ നടപ്പാക്കുന്നുവെന്ന് അവകാശവാദം ഇടതുപക്ഷം ഉയർത്തുമ്പോൾ അങ്ങനെയല്ല ഉണ്ടാകുന്നത് എന്ന് UDF-ഉം, അതേസമയം കൃത്യമായ ഇടപെടലുകൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് BJP ആണ് എന്ന് BJP-യും അവകാശവാദം ഉന്നയിച്ച പശ്ചാത്തലമൊക്കെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്തു.